നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എനർജിയുടെ ഫ്ലോ മനസ്സിലാക്കുന്ന വ്യക്തിയുടെ കയ്യിലാണ് ഈ ഒരു പ്രപഞ്ചത്തിന്റെ ശക്തി ഇരിക്കുന്നത്. ഇത് പറഞ്ഞത് ഹെർമിസ് ട്രിസ്മജസ്റ്റിസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. ആരാണ് അദ്ദേഹം? ഗ്രീക്ക് പുരാണങ്ങളിൽ ഹെർമിസ് എന്ന് പറയുന്ന ഒരു ദൈവം, ഈജിപ്ഷ്യൻ പുരാണങ്ങളിൽ തോത്ത് എന്ന് പറയുന്ന ഒരു ദൈവം. ഇദ്ദേഹം ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും അധികം വിജ്ഞാനമുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അദ്ദേഹത്തിന്റെ ഒരു സംഭാവനയാണ് ദ കോർപ്പസ് ഹെർമെറ്റിക്കം എന്ന് പറഞ്ഞൊരു പുസ്തകം. ആ ഒരു പുസ്തകത്തിൽ രസകരമായിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 പോയിന്റ്സ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ദ കോർപ്പസ് ഹെർമെറ്റിക്കം എന്ന് പറഞ്ഞ പുസ്തകത്തിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഓൾ ഈസ് മൈൻഡ്. എല്ലാം മനസ്സാകുന്നു. മൈൻഡിന് നോൺ ലോക്കൽ അല്ലെങ്കിൽ എല്ലായ്പ്പോഴും എവിടെയും എത്താൻ സാധിക്കുന്ന കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു കഴിവുണ്ട് എന്നുള്ളത് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വിവരം എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് ഉപകരിക്കുക? മൈൻഡ് നോൺ ലോക്കൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്കെങ്കിലും അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എൻ്റെ ഈ ഒരു പ്രസന്റ് റിയാലിറ്റിയിൽ, അതായത് എൻ്റെ ഇപ്പോഴത്തെ ഒരു യാഥാർത്ഥ്യം നോക്കുമ്പോൾ എനിക്ക് എൻ്റെ ആഗ്രഹമായിട്ട് എനിക്ക് കുറെ ഡിസ്റ്റൻസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്കൊരു ബില്യണയർ ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു പ്രസന്റ് റിയാലിറ്റിയിൽ ഞാനൊരു ബില്യണയർ അല്ല. അപ്പോൾ അവിടെ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. ട്രിസ്മജസ്റ്റിസ് പറയുന്നത് മൈൻഡ് എന്ന് പറയുന്നതാണ് എല്ലാം എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ആ ഒരു ഗോൾ അതും ഓൾറെഡി അവിടെ ഉണ്ടാവണം. അതാണല്ലോ ഈ പറഞ്ഞ നോൺ ലോക്കൽ ആയിട്ടുള്ള ഒരു ആസ്പെക്ട്. അപ്പോൾ ഇവിടെയാണ് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം. നമ്മുടെ മനസ്സിന് 2 ക്യാരക്ടറിസ്റ്റിക് ഉണ്ടെന്ന് ഞാൻ പറയും. ഒന്ന് ലോക്കൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്, അതായത് പ്രാദേശികം, അതായത് ഈ ഒരു പ്രസന്റ് റിയാലിറ്റീനെ തിരിച്ചറിയുന്നതിന് ഈ ഒരു ലോക്കൽ മൈൻഡ് ഉപകരിക്കും. 2 നോൺ ലോക്കൽ മൈൻഡ്. എന്തൊരു കാര്യവും എൻ്റെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഓൾറെഡി ഞാൻ അവിടെ എത്തി. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. ഇപ്പോൾ ഞാൻ തൃശ്ശൂരാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. എൻ്റെ ചെറിയ ഒരു ലക്ഷ്യമാണ് എനിക്ക് കൊച്ചിയിലെത്തണം. ഓക്കെ, അപ്പോൾ എൻ്റെ ലോക്കൽ മൈൻഡ് ഇപ്പോൾ എനിക്ക് പറഞ്ഞു തരാം, ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരാണ്, കൊച്ചിയിലേക്ക് യാത്ര ചെയ്താലാണ് എനിക്ക് കൊച്ചിയിലെത്താൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ എൻ്റെ നോൺ ലോക്കൽ മൈൻഡ് പറയുന്നത് ഞാൻ ഓൾറെഡി കൊച്ചിയിൽ എത്തിയെന്നാണ്. കാരണം എന്താ? നോൺ ലോക്കലാണ്. എൻ്റെ ആഗ്രഹം കൊച്ചിയിലെത്തണം എന്നുള്ളതാണെങ്കിൽ അവിടെ ഞാൻ ഓൾറെഡി എത്തിക്കഴിഞ്ഞു എൻ്റെ നോൺ ലോക്കൽ മൈൻഡ് ഉപയോഗിച്ചിട്ട്. പക്ഷേ ഈ ലോക്കൽ മൈൻഡിനെ എൻ്റെ ഒരു ഗോളിലേക്ക് എത്തിക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ, ചില സ്റ്റെപ്സ് ഈ ഒരു പ്രസന്റ് മോമെന്റ് അല്ലെങ്കിൽ ഒരു ഇൻഫിനിറ്റ് കണ്ടിന്യൂത്തിൽ എനിക്ക് ചെയ്യേണ്ടതായിട്ട് വരും. എന്താണ് ഇൻഫിനിറ്റ് കണ്ടിന്യൂം? ഈ ഒരു മോമെന്റ് എന്ന് പറയുന്നതാണ് എപ്പോഴും അവസാനിക്കാതെ ആയിട്ടുള്ള ഒരു സംഭവം, ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു സംഭവം. എൻ്റെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താനായിട്ട് ഞാൻ ഇപ്പോൾ ഒരു സിംഗിൾ സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ കൊച്ചിയിലേക്ക് എത്താനായിട്ട് എനിക്ക് ഡ്രൈവ് ചെയ്യണം, പിന്നെ അതിലേക്ക് മാത്രം ഞാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഇനി കൊച്ചിയിലെത്തി എന്നുള്ളത് എൻ്റെ നോൺ ലോക്കൽ മൈൻഡാണ് പറയുന്നതെന്ന് ഞാൻ പറഞ്ഞു. അതായത് കൊച്ചിയിലെത്തിയിട്ട് എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എനിക്ക് എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ കാണാനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ലുലു മാളിലേക്ക് പോകാനുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറയാണ്. അപ്പോൾ എന്നെ ആ കൊച്ചിയിലേക്ക് എത്താനായിട്ട് എന്നെ സ്വാധീനിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ഈ നോൺ ലോക്കൽ മൈൻഡിനെ സ്വാധീനിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് വെച്ചിട്ടാണ് ഈ ലോക്കൽ മൈൻഡിനെ പുഷ് ചെയ്ത് ഈ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് ഞാൻ എത്തുന്നത്. അപ്പോൾ വേറൊരു തരത്തിൽ പറഞ്ഞാൽ എൻ്റെ ലോക്കൽ മൈൻഡും നോൺ ലോക്കൽ മൈൻഡും ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൂട്ടി യോജിപ്പിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഗോള് ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു സിമ്പിളായിട്ടൊരു സംഭവം മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വലിയ വലിയ ആഗ്രഹങ്ങൾ ഈ ഒരു കാഴ്ചപ്പാടിലൂടെ എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഈ ഒരു പ്രസന്റ് റിയാലിറ്റിയിൽ നിൽക്കുമ്പോൾ എനിക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ആ ഒരു സിംഗിൾ സ്റ്റെപ്പ് എന്താണ് എന്നുള്ളതാണ് ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിലേക്ക് ഞാൻ കൊണ്ടുവരേണ്ടത്. എപ്പോൾ? ഉണർന്നിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു പ്രസന്റ് മൊമെന്റിൽ ഇരിക്കുമ്പോൾ. വാട്ട് ഈസ് ദാറ്റ് സിംഗിൾ സ്റ്റെപ്പ് വിച്ച് വിൽ ലീഡ് മീ ടു മൈ ഗോൾ എന്ന് ഞാൻ ആലോചിച്ച് കഴിഞ്ഞാൽ ഏതാണ് ആ ഒരു സ്റ്റെപ്പ്? ഇപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസർ ആവണം എന്നതാണ് എൻ്റെ ലക്ഷ്യമെങ്കിൽ അതിലേക്ക് വേണ്ട ഒരു സിംഗിൾ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആളുകൾക്ക് ഉപയോഗിക്കുന്ന ഒരു വീഡിയോ ചെയ്യണം എന്നതാണ്. അപ്പോൾ അവിടെ സംഭവിക്കുന്ന വേറൊരു പ്രതിഭാസം ഉണ്ട്. അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. അതിനെ പറയുന്ന പേരാണ് ഫ്ലോ സ്റ്റേറ്റ്. അതായത് ഞാൻ ബാക്കിയെല്ലാം മറന്നിട്ട് ഈ ഒരു മോമെന്റിൽ, ഈ ഒരു നിമിഷത്തിൽ റെക്കോർഡിംഗ് എന്നുള്ള ഒരു പ്രോസസ്സ് മാത്രം ഫോക്കസ് ചെയ്ത് അതിൽ മുഴുവനായിട്ട് മുഴുകിക്കൊണ്ടിരിക്കും. ഞാനിപ്പോൾ കുറച്ചു നേരം ഈ ലോക്കൽ ആസ്പെക്ട് ഉള്ള നമ്മുടെ മൈൻഡിനെ കുറിച്ച് സംസാരിച്ചു. ഇനി ഉറങ്ങുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെ സമയം, പ്രദേശം അല്ലെങ്കിൽ സ്പേസ് അതില്ല. അതായത് നോൺ ലോക്കലായിട്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ എൻ്റെ ഡെസ്റ്റിനേഷൻ, എൻ്റെ ആഗ്രഹം എന്താണ്, എൻ്റെ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ഗോൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിലേക്ക് ഞാൻ എത്തിത്തീരുമ്പോൾ എനിക്കുണ്ടാവുന്ന ഇമോഷൻസ് എന്താണ്, ഹൗ ഡു ഐ ഫീൽ എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ട് ഒന്ന് ഉറങ്ങാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു പുള്ളിങ്, അതായത് ഈ നോൺ ലോക്കൽ ആസ്പെക്റ്റോട് കൂടിയിട്ടുള്ള ആ ഒരു പുള്ളിങ് കൂടുതൽ എളുപ്പത്തിൽ അനുഭവിക്കാൻ സാധിക്കും. ദ കോർപ്പസ് ഹെർമെറ്റിക്കം പറഞ്ഞു തരുന്ന രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് നത്തിങ് റെസ്റ്റ്, എവറിത്തിങ് മൂവ്സ്
എവറിത്തിങ് വൈബ്രേറ്റ്സ്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും ഒരു ചലനമുണ്ട്. അതിപ്പോ നിശ്ചലമാണെന്ന് തോന്നുന്ന ഒരു സംഭവത്തിന് പോലും സൂക്ഷ്മ കണികയിൽ പോയി കഴിഞ്ഞാൽ അത് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ തരംഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ പറയുന്ന ഒരു വിവരം നമുക്ക് എങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് ഉപകരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. നമുക്ക് പ്രധാനമായിട്ട് 2 ഓർഗൻസ് ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. ഒന്ന് ബ്രെയിൻ, 2 ഹാർട്ട്. ഈ ബ്രെയിനിലൂടെ തലച്ചോറിലൂടെ തരംഗങ്ങൾ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഹാർട്ടിന് ആ ഹൃദയമിടിപ്പ് എന്ന് പറയുന്നതും ഒരു തരംഗ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ തന്നെയാണ്. ജോ ഡിസ്പെൻസ പറഞ്ഞു തരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഉണ്ട്. അതായത് എപ്പോഴാണോ ഹൃദയത്തിൻ്റെ ഹൃദയമിടിപ്പും അതുപോലെ തന്നെ ഈ തലച്ചോറിലെ തരംഗങ്ങളുടെ ഇടിപ്പും, അതായത് ആ 2 വൈബ്രേഷനും സിങ്ക്രണൈസേഷനിൽ പോകുന്നത്, ആ ഒരു മൊമെന്റിലാണ് പലർക്കും പലതരത്തിലുള്ള മാജിക്കുകൾ അല്ലെങ്കിൽ അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. എന്താ ഈ പറഞ്ഞ സംഭവം? ഇതാണ് വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഹാർട്ട് ആൻഡ് മൈൻഡ് കൊഹിറൻസ് അല്ലെങ്കിൽ ഹാർട്ട് ആൻഡ് ബ്രെയിൻ കൊഹിറൻസ്. നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഹാർട്ടിന്റെ ഇടിപ്പ് എങ്ങനെയായിരിക്കും? ദേഷ്യം വരുമ്പോൾ ഹാർട്ടിന്റെ ഇടിപ്പ് എങ്ങനെയായിരിക്കും? ഓരോ വികാരത്തിനനുസരിച്ചിട്ടും ഹാർട്ടിന്റെ ആ ഒരു ഇടിപ്പിന് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വികാരം ഏറ്റവും സ്നേഹവും സന്തോഷവും സമാധാനവും തോന്നുന്ന ആ ഒരു മൊമെന്റിൽ ഹൃദയത്തിന്റെ ആ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് കുറേയും കൂടിയും താളാത്മകമായിരിക്കും, കുറേയും കൂടി മൃദമിക്കായിരിക്കും. അങ്ങനത്തെ ഒരു മൊമെന്റ് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ഒരു മൊമെന്റിൽ നമ്മുടെ ബ്രെയിനിലൂടെ നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്ന ചിന്തകൾ നമുക്ക് ഉപകരിക്കുന്നതും അതുപോലെ നമ്മുടെ ഹൃദയത്തിലൂടെ നമ്മൾ കൊണ്ടുവരുന്ന വികാരങ്ങൾ നമുക്ക് ഉപകരിക്കുന്നതാണെങ്കിൽ, വേറൊരു തരത്തിൽ പറഞ്ഞാൽ അതാണ് ഈ പറഞ്ഞ ഹാർട്ട് ആൻഡ് ബ്രെയിൻ കൊഹിറൻസ്. കോർപ്പസ് ഹെർമെറ്റിക്കം എന്ന പുസ്തകത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് മാക്രോകാസം വേഴ്സസ് മൈക്രോകാസം എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അതായത് ആസ് എബവ് സോ ബിലോ, എങ്ങനെയാണോ മുകളിൽ അതുപോലെ തന്നെയാണ് താഴെ. ഇപ്പോൾ ഒരു മനുഷ്യ ശരീരം എടുത്തു കഴിഞ്ഞാൽ ആ ഒരു മനുഷ്യ ശരീരം നിർമ്മിച്ചിട്ടുള്ളത് ട്രില്യൺസ് ഓഫ് സെൽസ് അല്ലെങ്കിൽ കോശങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. ഇതിലെ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് മാക്രോകാസായിട്ട് നമുക്ക് കരുതാം, അതായത് ഹോളായിട്ടുള്ള ഒരു സംഭവം. പക്ഷേ ഈ മാക്രോകാസം എന്ന് പറയുമ്പോൾ അതിനെ നിർമ്മിക്കുന്നത് ചെറിയ ചെറിയ ഈ കോശങ്ങളാണെങ്കിൽ ഈ കോശങ്ങളെയാണ് മൈക്രോകാസായിട്ട് കരുതുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു അനാലജിയാണ് പറഞ്ഞത്. ഇനി നമുക്ക് നമ്മുടെ പേഴ്സണൽ ലൈഫ്, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക് എടുക്കാം. ചില വ്യക്തികളെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു പർട്ടിക്കുലർ ഒരു സ്റ്റേജിലെത്തുമ്പോൾ പല പ്രശ്നങ്ങളും ഒരുമിച്ച് വരും. അതായത് പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട്, അതുപോലെ തന്നെ ഫൈനാൻഷ്യലായിട്ട്, അതുപോലെ തന്നെ റിലേഷൻഷിപ്സിൽ, ഇങ്ങനെ പല മേഖലകളിലും പല പ്രശ്നങ്ങളും സെയിം ടൈമിൽ വരും. ഞാനിതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, അത് അവരുടെ ആ ഒരു പ്രസന്റ് മൊമെന്റിൽ അവരുടെ ആ ഒരു വൈബ്രേഷൻ എന്താണ്, അതിന്റെ ബേസിസിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു വൈബ്രേഷൻ എന്ന് പറയുന്നതാണ് മാക്രോകാസം, ആ ഒരു സംഭവം. അതിൽ നിന്ന് അതിന്റെ പല റിഫ്ലക്ഷൻസ് ആണ് ഹെൽത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, പ്രൊഫഷനിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഈ ഒരു വൈബ്രേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം മാറ്റി കഴിഞ്ഞ് ശരിയാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബാക്കി എല്ലാ മേഖലയിലും, സാമ്പത്തികമായിട്ടും റിലേഷൻഷിപ്പുകളിലാണെങ്കിലും ജോലിയിലാണെങ്കിലും ആരോഗ്യത്തിലാണെങ്കിലും എല്ലായിടത്തും ഇത് റിഫ്ലക്ട് ചെയ്യും. കോർപ്പസ് ഹെർമെറ്റിക്കം പറഞ്ഞു തരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ 4ാമത്തെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നതാണ് ട്രാൻസ്മ്യൂട്ടേഷൻ. ഒരു അവസ്ഥയിൽ നിന്ന് വേറൊരു അവസ്ഥയിലേക്ക് എത്തിക്കുക. അതായത് ബേസ് മെറ്റൽസ് ഉപയോഗിച്ചിട്ട് ഒരു ആൽക്കമി എന്ന് പറയുന്ന ഒരു വ്യക്തി സ്വർണ്ണമാക്കാനായിട്ട് നോക്കുന്നു. ട്രാൻസ്മ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ ഉണ്ടാവുന്ന നെഗറ്റീവായിട്ടുള്ള ഇൻസിഡൻസസ് ഉണ്ടെങ്കിൽ അതിനെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് അതുവഴി സാധിക്കുക എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ നിന്നുള്ള അനുഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം എനിക്ക് എൻ്റെ ആദ്യത്തെ ഒരു ജോലി ബാംഗ്ലൂർ കിട്ടി. എൻ്റെ ചേട്ടൻ്റെ ഒക്കെ ഒരു ഹെൽപ്പോട് കൂടിയിട്ടാണ് എനിക്ക് ആ ജോലി കിട്ടിയത്. ദൈവം അനുഗ്രഹിച്ച് ഒരു 11 മാസം കഴിഞ്ഞപ്പോൾ അവരെന്നെ പിരിച്ചു വിട്ടു. ആ ഒരു ജോലി ചെയ്യുന്ന സമയത്ത് ചുമ്മാ ആ ഒരു ഡിഗ്രി കഴിഞ്ഞ ആ ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ടാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അതായത് ജോലിയോട് ഒരു ആത്മാർത്ഥത ഇല്ലാത്ത രീതിയിൽ. അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുകയും ചെയ്തു. അത് ചെയ്തോടുകൂടി എൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത് വളരെയധികം ഷെയ്ക്കായി. അതായത് ഇനി എനിക്ക് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ബാംഗ്ലൂര് ഇനി അവിടെ നിന്ന് ഇനി കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അടുത്തൊരു ജോലി കണ്ടെത്തിയേ മതിയാവും, അല്ലെങ്കിൽ എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു പോരണം. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പോൾ ഞാൻ കുറേ കൂടി സീരിയസ് ആയിട്ട് ഇനി എങ്ങനെ അടുത്ത ജോലി കണ്ടെത്താം അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ആ ഒരു പ്രിപ്പറേഷനും ആ ഒരു ലക്കും എല്ലാം കൂടിയിട്ട് എനിക്ക് 2 മാസത്തിനുള്ളിൽ വേറൊരു ജോലി ശരിയായി. അവിടെ നിന്ന് അങ്ങോട്ട് ഇപ്പോൾ ഒരു 19-20 വർഷം ഈ ഒരു സോഫ്റ്റ്വെയർ ഫീൽഡിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്ന് ഞാൻ ആലോചിക്കുമ്പോൾ ആദ്യത്തെ ആ ഒരു സംഭവം അത് ഇത്തിരി കൈപ്പേറിയ ഒരു അനുഭവമായിരുന്നെങ്കിലും പക്ഷേ എനിക്ക് അതിനെ ട്രാൻസ്മ്യൂട്ട് ചെയ്യാൻ സാധിച്ചപ്പോൾ, അതായത് ആ ഒരു എക്സ്പീരിയൻസിൽ കൂടെ ഞാൻ മനസ്സിലാക്കി ജോലിനെ കുറേ കൂടി സീരിയസ് ആയിട്ട് കാണണം, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം, അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കണം എന്ന് ഉള്ള ആ ഒരു ബോധത്തിൽ ഞാൻ ഇറങ്ങി തിരിച്ചപ്പോൾ അതിൻ്റെ ഒരു റിയാലിറ്റി എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ദ കോർപ്പസ് ഹെർമെറ്റിക്കം എന്ന പുസ്തകത്തിലെ ഈ ആശയങ്ങൾ
ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്നും അതിന്റെ ഭാഗമായിട്ട് വളരെ നല്ല ഇന്റൻഷനോടുള്ള ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സ്നേഹം ഒരു ലൈക്കായിട്ടോ ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം ഇവയിലൂടെ ഷെയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു കമന്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഈ വീഡിയോ കുറേയധികം ആളുകളിലേക്ക് എത്തുന്നതിന് അത് വളരെയധികം സഹായിക്കും. അപ്പോൾ ഇതുപോലെ ഉപകരിക്കുന്ന കുറേ നല്ല വീഡിയോസായി ഇനിയും എനിക്ക് വരാൻ സാധിക്കട്ടെ. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഹാവ് എ നൈസ് ഡേ.